നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കൊച്ചി നെടുമ്പാശ്ശേരിയിൽ 2 വിദേശികളിൽ നിന്നും 30 കോടി രൂപയുടെ കൊക്കൈൻ പിടിച്ചെടുത്ത കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. വൻ മയക്കുമരുന്ന് വേട്ടയ്ക്ക് പിന്നിൽ മെക്സിക്കൻ മാഫിയ എന്ന് സൂചന. ബിസിനസ് വിസയിലാണ് പ്രതികൾ കൊച്ചിയിലെത്തിയത്. എത്യോപ്യൻ പൌരത്വമുള്ള ഒമാറി ജാങ്കോയും വെറോണിക്ക ദുങ്കുവും 2 കിലോ വീതം കൊക്കൈനാണ് വിഴുങ്ങിയത്. ഇരുവരും അന്തർദേശീയ ലഹരി മാഫിയയുടെ ഏജന്റുമാർ മാത്രമെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. കേരളത്തിൽ നിന്നും അമേരിക്കയിൽ പോയിട്ടുള്ള ഏതാനും മലയാളികളെ കേന്ദ്രീകരിച്ചും DRAയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഒരാഴ്ച മുൻപാണ് ഈ വിദേശ പൗരത്വമുള്ള 2 പേർ കൊച്ചിയിൽ കൊക്കൈനുമായി പിടിയിലാകുന്നത്. ഒരാഴ്ചയോളം ഇവരെ ചികിത്സയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഈ 2 വിദേശികളും വിഴുങ്ങിയ കൊക്കൈൻ ക്യാപ്സ്യൂളുകൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതായത് അന്വേഷണ സംഘം പോലും ഞെട്ടി. ഏകദേശം 2 കിലോയോളം തൂക്കം വരുന്ന ക്യാപ്സ്യൂളുകൾ, ലഹരി അടങ്ങിയ ക്യാപ്സ്യൂളുകൾ ഇവർ വിഴുങ്ങി. അങ്ങനെ അതിവിദഗ്ധമായി കേരളത്തിലേക്ക് ലഹരി കടത്തുന്നു. ഇവിടെ ഏറെ ഞെട്ടിപ്പിച്ച കാര്യം, മെക്സിക്കൻ ലഹരി മാഫിയയും കേരളത്തെ ഒരു വിപണിയാക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഇതിന് പിന്നിൽ മലയാളികളും ഉണ്ട് എന്നത്. എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഇതിന്റെ അന്വേഷണം നീങ്ങുന്നത്? ഈ പ്രധാനികളിലേക്ക്, ഈ ലഹരി മാഫിയയുടെ പ്രധാനികളിലേക്ക് അന്വേഷണം എത്താൻ കഴിയുമോ? ടോം, ഈ മെക്സിക്കൻ പൗരത്വമുള്ള ഒമാറി അത്തുമണി ജാങ്കോയും വെറോണിക്ക അബ്രഹാം ദുങ്കുവുമാണ് കഴിഞ്ഞ ഒരാഴ്ച മുൻപേ പിടിയിലായത്. ടോം സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ചയോളം സമയമെടുത്താണ് ചികിത്സയ്ക്ക് വിധേയരാക്കിയാണ് ഇവർ വിഴുങ്ങിയ ഗുളികകൾ, കൊക്കൈൻ ഗുളികകൾ കണ്ടെത്താൻ കഴിഞ്ഞത്. 2 കിലോയോളം അത്രയും തൂക്കമുള്ള കൊക്കൈൻ ഗുളികകളാണ് ഇവർ വിഴുങ്ങിയത്. ഏകദേശം 30 കോടിയോളം രൂപ വില വരുന്ന കൊക്കൈനാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. മറ്റൊരു, ഈ വിദേശത്തു നിന്നും ഇവർ 2 പേരും എത്തിയത് ബിസിനസ് ക്ലാസ്സിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഇവർ ഏജന്റുമാർ മാത്രമാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമായി വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇങ്ങേ അറ്റമുള്ള, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ക്യാരിയേഴ്സ് മാത്രമാണ് ഇവരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയ വലിയൊരു ശൃംഖലയുണ്ട്. ആ ശൃംഖലയുടെ പിന്നാലെ തന്നെയാണ് DRA എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അമേരിക്കൻ ബന്ധമുള്ള മലയാളികളെ ചുറ്റിപ്പറ്റിയും DRA അന്വേഷണം തുടരുന്നുണ്ട്. എന്നാലും കഴിഞ്ഞ കുറെ കാലമായി ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് ഇത്തരത്തിൽ ലഹരിക്കടത്ത് വ്യാപകമായിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യയിലെ തന്നെ, നമ്മുടെ കേരളത്തിലെ തന്നെ നിരവധി ആളുകൾ, മോഡൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പിടിയിലാകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ ചെറിയ ചെറിയ കണ്ണികളാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ ലഹരിക്കടത്തിന്റെ ഭാഗമായി നമുക്ക് വ്യക്തമാക്കുന്നത്. മെക്സിക്കോയിൽ നിന്നും അത്രയേറെ വലിയ അളവിലുള്ള ലഹരി കടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയെന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ച വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അത് ഇപ്പോൾ അമേരിക്കൻ മലയാളികളുമായി ബന്ധപ്പെട്ട് ഈ വാർത്തയെ കൂട്ടിയിണക്കുമ്പോൾ അതും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം മെക്സിക്കൻ ബോർഡറായിരുന്ന ടിജ്വാനയിൽ നിന്നും കാലിഫോർണിയയിലേക്ക് ഒരു രഹസ്യ തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട്. അത് അന്വേഷണത്തിൽ, ഈ സൈനികരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അത് അപ്രതീക്ഷിതമായി കണ്ടെത്തിയ ഒരു തുരങ്കമാണ്. ഈ തുരങ്കത്തിൽ പരിശോധിച്ചപ്പോൾ അതിലൂടെ വെളിച്ചത്തിലുള്ള ഈ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്കുള്ള റോഡ് മാർഗം നേരത്തെ ഇവർ ലഹരി കടത്തി, രാജ്യാന്തര ലഹരി മാഫിയ ലഹരി കടത്തിയിരുന്നുവെന്ന കൃത്യമായ വിവരങ്ങൾ അവിടെ പരിശോധന പോലീസ്, മെക്സിക്കൻ പോലീസും അമേരിക്കൻ പോലീസും പരിശോധന ശക്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് തന്നെ ആയിരിക്കാം അതിനെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഈ അമേരിക്കയിലേക്കും അതുവഴി മറ്റ് രാജ്യങ്ങളിലേക്കും ലഹരി എത്തിക്കുന്നതിന് വേണ്ടി ഈ തുരങ്കം സ്ഥാപിച്ചത്. അതായത് ഇവരുടെ ഈ ഒരു ലഹരി കച്ചവടത്തിന് വേണ്ടി ഏതു വഴിയും തെരഞ്ഞെടുക്കും, അതിനുവേണ്ടി വലിയ തുരങ്കങ്ങൾ സ്ഥാപിക്കുന്നു. ഇത് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസികൾ മാത്രം അന്വേഷിക്കേണ്ട കേസല്ല. അതായത് നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ തുരങ്ക നിർമ്മാണം, അമേരിക്കയിലേക്ക് ലഹരി കടത്ത്, അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് പോലും കോടികളുടെ ലഹരി ഒഴുകിയെത്തുന്നു, കൊക്കൈൻ ഒഴുകിയെത്തുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു രാജ്യാന്തര തലത്തിലേക്ക് കൂടി ഇതിന്റെ അന്വേഷണം നീങ്ങേണ്ടതാണ്.
ഒരുപക്ഷെ നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ തുരങ്കപാത അതുവഴിയുള്ള ലഹരിക്കടത്ത് ഇതിലേക്കൊക്കെ അന്വേഷണം നീങ്ങേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ ഈ DRI മാത്രമായിരിക്കുമോ ഈ ഒരു ലഹരിക്കടത്തിന്റെ അന്വേഷണം നടത്തുക? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യാന്തര അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിലേക്ക് ഈ അന്വേഷണം കടക്കേണ്ടതുണ്ട്. അത് ലോകോത്തര തലത്തിലുള്ള അന്വേഷണ ഏജൻസി തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ കാലിഫോർണിയയിലേക്ക് ഈ മെക്സിക്കോയിൽ നിന്നും ടിജ്വാനയിൽ നിന്നുള്ള തുരങ്കത്തിലെ വഴി കാലിഫോർണിയയിലേക്ക് ലഹരി കടത്തുന്നു. അത് തുരങ്കം വഴി ലഹരി കടത്തുന്നു. അത് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് കണ്ടെത്തിയതിനകം അവിടേക്ക് എത്ര കോടി രൂപയുടെ ലഹരി ഒഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ DRI ഈ അമേരിക്കൻ മലയാളികളെ അല്ലെങ്കിൽ അമേരിക്കൻ ബന്ധമുള്ള മലയാളികളെ ചുറ്റിപ്പറ്റി കൂടി അന്വേഷണം വ്യാപകമാക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ പിടിക്കപ്പെട്ടത് ഒരു ചെറിയ കണ്ണി മാത്രമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും DRIക്കില്ല, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ല. ഈ കാര്യത്തിൽ വളരെ കൃത്യമാണ്. അത്രയേറെ വലിയ എമൗണ്ട് ലഹരി, വലിയ അളവിലുള്ള ലഹരി കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ട്. ഈ പിടിക്കപ്പെട്ടത് മാത്രമാണ് ഈ പറയുന്ന 30 കോടിയുടെ, അത് ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപയുടെ അളവിലുള്ള ലഹരി കേരളത്തിലേക്ക് ഒഴുകിയിട്ടുണ്ടാകാം. അതൊക്കെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കും നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യാപകമാകുന്ന തരത്തിലേക്കും അതൊക്കെ എപ്പോഴേ ഒരു പക്ഷേ വിൽപ്പനയ്ക്ക് ഉള്ള സാധ്യത അത് കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് പിടിക്കപ്പെട്ടതിന്റെ ഒരു ചെറിയ ഈ പിടിക്കപ്പെട്ട ഈ 2 പേർ, ഈ പറയുന്ന വെറോണിക്കയും കൂടെ ഉണ്ടായിരുന്ന മെക്സിക്കൻ പൗരനും, ഈ പിടിക്കപ്പെട്ട ആളുകൾ ഈ പറയുന്ന ഒരു ചെറു കണ്ണികൾ മാത്രമാണ് എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ കേരളത്തിൽ തന്നെ ഇനിയും ഉണ്ടാകാം, വന്നു പോകുന്നുണ്ടാകാം, ഇത്തരത്തിൽ ലഹരി കടത്തുന്നുണ്ടാകാം. അത് അക്കാര്യം കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും അമേരിക്ക വഴിയാണ് ഈ ലഹരി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ മെക്സിക്കോ തുടക്കമിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ടോം, ഇപ്പോൾ നിലവില് ഈ 2 അംഗ സംഘം എത്യോപ്യൻ സ്വദേശികളായിട്ടുള്ള ഒമാറിയും വെറോണിക്കയും ഈ 2 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇവരിൽ നിന്നും ഈ മലയാളി ബന്ധം, അമേരിക്കയിലുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ടുള്ള ഈ മലയാളികളുടെ ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുമോ? അവർ ഈ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടോ ആജ്ഞ? അവരിൽ നിന്നും ഈ പറഞ്ഞ, അതായത് അവര് വിഴുങ്ങിയ 2 കിലോളം വരുന്ന ഈ കൊക്കൈന്റെ ഗുളികകൾ കണ്ടെത്താൻ തന്നെ ഏകദേശം ഒരാഴ്ച സമയമെടുത്തു എന്നാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പിടിയിലാകുന്ന കുറ്റവാളികൾക്ക് ഇത്തരം സാഹചര്യങ്ങളോട് സഹകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് വേണം. അത്തരത്തിലായിരിക്കണം നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കണ്ണികൾ വ്യക്തമാകുന്ന തരത്തിലേക്ക് തന്നെയാണ് DRIയുടെ നീക്കം. അല്ലെങ്കിൽ കണ്ണികളെ മറ്റു ഈ എത്യോപ്യൻ പൗരന്മാരല്ലാതെ, സിറ്റിസൺ അല്ലാതെ മറ്റാളുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വളരെ താമസിയാതെ വ്യക്തത വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്കൻ ബന്ധമുള്ള മലയാളികളിലേക്ക് കൂടി അന്വേഷണം വ്യാപകമാക്കണം എന്നൊരു തരത്തിലേക്ക് DRI ഒരു നിലപാടെടുത്തത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മെക്സിക്കൻ ബോർഡറിൽ നിന്നും ഈ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ കാലിഫോർണിയയിലേക്കുള്ള ഈ തുരങ്കം വഴിയുള്ള കടത്തൽ തന്നെ, റോഡ് മാർഗമുള്ള കടത്തൽ നേരത്തെ തന്നെ ഒരുപാട് കണ്ടെത്തിയിരുന്നു. ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരുപാട് പിടിച്ചെടുത്തിരുന്നു. പക്ഷേ ഈ തുരങ്കം വഴിയുള്ളത് ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് ഈ തുരങ്കം കണ്ടെത്തുന്നതും. പക്ഷെ അതിനു മുൻപ് തന്നെ ഇങ്ങനെ റോഡ് മാർഗവും വിമാനമാർഗവും കപ്പൽ മാർഗവും ഒക്കെ ഈ ലഹരി കടത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള ഒരു സാധ്യത കൂടി മുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഒരു ഇന്റർനാഷണൽ ഏജൻസി തന്നെ ഇത്തരം കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടതുണ്ട്. കേരളം എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്തേക്ക് മാത്രം വന്നത് കോടികളുടെ ലഹരി മരുന്നാണെങ്കിൽ ലോകമാകെ അല്ലെങ്കിൽ രാജ്യമാകെ എത്രത്തോളം ഈ ഒരു വിപണി, ഈ ഒരു ലഹരി കടത്ത് അല്ലെങ്കിൽ ഈ ഒരു മാഫിയ വല വിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അതൊരു പക്ഷേ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അന്ധാളിപ്പിക്കുന്ന കണക്ക് തന്നെ ആയിരിക്കും ഒരു പക്ഷേ പുറത്തു വരാൻ പോകുന്നത്. ടോം,
വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസമാണ് എത്യോപ്യൻ സ്വദേശികളായിട്ടുള്ള 2 പേർ കൊക്കൈനുമായി പിടിയിലായത്. ഏകദേശം 30 കോടി രൂപ വിലമതിക്കുന്ന കൊക്കൈനാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഇതിന്റെ അന്വേഷണം എത്തേണ്ടത് മെക്സിക്കൻ മാഫിയയിലേക്കാണ്. ഇതിൽ മലയാളികളുടെ ബന്ധം സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സ്പോട്ട് ലൈവിന്